السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ നമ്മളിവിടെ ഈ വേദിയിൽ പഠിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ അസ്സയ്യിദ് എന്ന നാമമാണ്. അള്ളാഹുവിന് അസ്സയ്യിദ് എന്ന നാമം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. തിരുമൊഴികളിലാണ് അസ്സയ്യിദ് എന്ന അള്ളാഹുവിൻ്റെ നാമം വന്നിട്ടുള്ളത്. നിരുപാധികവും സമ്പൂർണവുമായ നേതൃത്വവും നായകത്വവുമാണ് അസ്സയ്യിദ് എന്ന നാമം അള്ളാഹുവിന് അർത്ഥമാക്കുന്നത്. അള്ളാഹു നായകനും രക്ഷാധികാരിയുമാണ്. അള്ളാഹു ഒഴിച്ചുള്ളതെല്ലാം അവൻ്റെ സൃഷ്ടികളാണ്. പടപ്പുകൾ അള്ളാഹുവിൻ്റെ ദാസന്മാരും പടപ്പുകളുടെ സയ്യിദായവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രിതരും ആവശ്യക്കാരുമാണ്. അള്ളാഹുവിൻ്റെ അസ്സയ്യിദ് എന്ന നാമം നമ്മൾ സംസാരിക്കുമ്പോൾ, പഠനവിധേയമാക്കുമ്പോൾ അതിൽ ഒന്ന് അള്ളാഹുവിൻ്റെ സയ്യിദ് എന്ന നാമം പരാമർശിക്കപ്പെട്ട തിരുമൊഴികൾ, രണ്ടാമത്തേത് സയ്യിദ് എന്ന് പടപ്പുകളിൽ ചിലർക്ക് പറയപ്പെട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം സയ്യിദാണ്. അതേപോലെ സയ്യിദ് എന്ന വിശേഷണത്തിനും പേരിനും അർഹരായ ചിലരെക്കുറിച്ച് ചരിത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ സയ്യിദ് എന്ന് നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന മെമ്പർമാരെ കുറിച്ച് പറയപ്പെടാറുണ്ട്. അതിൽ ചില വിഷയങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാനുമുണ്ട്. ആ സയ്യിദ് എന്നുള്ള ചേർത്ത് വിളി അഹ്ലുൽ ബൈത്ത് പെട്ട ആലുൽ ബൈത്തിൽപ്പെട്ട ആളുകളിലേക്ക് ചേർത്ത് പറയുന്നതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ. ആദ്യത്തേത് അസ്സയ്യിദ് എന്ന അള്ളാഹുവിൻ്റെ പേര് വന്ന ഹദീസാണ്. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ സഹീഹായ സനദോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അബ്ദുള്ള ഇബ്നു ഷഖീറിൽ നിന്നാണ് ഹദീസ്. അദ്ദേഹം പറയുകയാണ്, ഇൻതലഖ്തു ഫി വഫ്ദി ബനി ആമിരിൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബനു ആമിർ ഗോത്രത്തോടൊപ്പം സംഘത്തോടൊപ്പം
ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോയി. അങ്ങനെ തിരുസവിധത്തിലെത്തിയപ്പോൾ ഖുൽന, ഞങ്ങൾ പറഞ്ഞു, അൻത സയ്യിദുന, പ്രവാചകരെ നിങ്ങൾ ഞങ്ങളുടെ സയ്യിദാണ് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചു, അസ്സയ്യിദു അല്ലാഹ്, അസ്സയ്യിദ് അല്ലാഹു ആകുന്നു. അപ്പം ഖുൽന, ഞങ്ങൾ പറഞ്ഞു, വ അഫ്ദലുന ഫദ്ലൻ വ അഅ്ദമുന തൗലൻ, പ്രവാചകരെ നിങ്ങൾ ഞങ്ങളിൽ അതിശ്രേഷ്ഠരും മഹത്തായ നേതൃത്വമുള്ളവരുമാകുന്നു. ഫഖാൽ, ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ തിരുനബി പ്രതികരിച്ചു, ഖൂലു ബി ഖൗലിക്കും ഔ ബഅദി ഖൗലിക്കും വലാ യസ്തജ്രിബന്നകും അശ്ശൈത്താൻ, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞോളി, ശൈത്താൻ നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ തിരുനബിയോട് അൻത സയ്യിദുന എന്ന് ബനു ആമിർ ഗോത്രം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പ്രതികരിച്ചത് അസ്സയ്യിദു അല്ലാഹ്, സയ്യിദ് അല്ലാഹു ആകുന്നു. ഈ ഹദീസിൻ്റെ മറ്റൊരു റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വ്യക്തി പറഞ്ഞു, അൻത സയ്യിദു ഖുറൈശ്, പ്രവാചകരെ നിങ്ങൾ ഖുറൈശികളിലെ സയ്യിദാകുന്നു. സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ്, നായകൻ എന്നൊക്കെ അർത്ഥം, സയ്യിദാകുന്നു. അപ്പോൾ ഖുറൈശികളുടെ സയ്യിദ് താങ്കളാകുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരുനബി പറഞ്ഞു, അസ്സയ്യിദു അല്ലാഹ്, സയ്യിദ് അല്ലാഹു ആകുന്നു. അപ്പോൾ തിരുനബിയെ അഭിസംബോധന ചെയ്ത ആ വ്യക്തി പറഞ്ഞു, അൻത അഫ്ദലുഹാ ഫീഹാ ഖൗലൻ വ അഅ്ദമുഹാ ഫീഹാ തൗലൻ, എങ്കിൽ നിങ്ങൾ ഖുറൈശികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്, ഖുറൈശികളിൽ മഹനീയ നേതൃസ്ഥാനമുള്ളവനുമാണ് എന്ന് ആ വ്യക്തി പറയുകയുണ്ടായി എന്നാണ്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ, പിശാച് നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ എന്ന് പ്രതികരിക്കേണ്ടായി. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സയ്യിദ് അല്ലാഹ്, അസ്സയ്യിദ് അല്ലാഹുവാകുന്നു എന്ന് പറഞ്ഞു, അല്ലാഹു ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹദീസ് അല്ലാഹുവിന് അസ്സയ്യിദ് എന്നുള്ള നാമം സ്ഥിരീകരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തേത്, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, തിരുനബി സയ്യിദാണ്, എന്നിട്ടും അസ്സയ്യിദ് അല്ലാഹു ആകുന്നു എന്ന് പറഞ്ഞത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത് കാട് കയറാതിരിക്കുവാനും മദ്ഹിൽ അതിർവരമ്പുകൾ ലംഘിക്കാതിരിക്കുവാനുമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ട്രീറ്റ്മെൻറ്റാണ്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരു സംഘം ആളുകൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ ഖൈറന വബ്ന ഖൈരിന, ഞങ്ങളിൽ ശ്രേഷ്ഠരെ, ഞങ്ങളിൽ ശ്രേഷ്ഠരുടെ പുത്രരെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വസയ്യിദന വബ്നി സയ്യിദിന, വസയ്യിദന വബ്ന സയ്യിദിന, ഞങ്ങളിൽ സയ്യിദായവരെ, ഞങ്ങളിൽ സയ്യിദിൻ്റെ പുത്രരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖൂലു ബി ഖൗലിക്കും ലാ യസ്തഹ്വിയന്നകും ശൈത്താൻ, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളി, ശൈത്താൻ നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കട്ടെ. അന മുഹമ്മദുൻ അബ്ദുല്ലാഹി വ റസൂലു, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദാസനാണ്, വ റസൂലുഹു, അള്ളാഹുവിൻ്റെ ദൂതനാണ്, മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗഖ മൻസിലതി അല്ലതി അൻസലനി അല്ലാഹു അസ്സ വജൽ, അള്ളാഹു എന്നെ അവരോധിച്ച സ്ഥാനത്തെ തൊട്ട് എന്നെ നിങ്ങൾ ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയണ്ടായി. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സയ്യിദ് എന്ന് വിളിച്ചു, സയ്യിദിൻ്റെ പുത്രരെന്ന് വിളിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ മുഹമ്മദാണ്, അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണ്,
അള്ളാഹു എന്നെ വെച്ച സ്ഥാനത്തിൽ നിന്ന് എന്നെ ഉയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളുടെ വിനയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സയ്യിദ് എന്ന് വിളിച്ചപ്പോൾ അള്ളാഹു ആണ് സയ്യിദ് എന്ന് പറഞ്ഞു. എന്തേ കാരണം? പണ്ഡിതന്മാർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്ത് അതിൽ അതിര് വിടാതിരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിയെ ഉണർത്തുകയാണ്. ബനു ആമിർ ഗോത്രത്തിലെ ആളുകളാണ്, അവർ പുതുതായി ഇസ്ലാമിലേക്ക് വരുന്നവരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥ സയ്യിദ് അത് അള്ളാഹു ആണ് എന്നുള്ളത് അവരെ പഠിപ്പിക്കുകയും അതവരിൽ ഊട്ടിയുറപ്പിക്കുകയാണ്. പൂർണ്ണമായ നേതൃത്വം, നിരുപാധികമായ നേതൃത്വം അതാർക്ക് മാത്രമുള്ളതാണ്? അള്ളാഹുവിന് മാത്രമാണ്. നേതൃത്വത്തിൽ സമ്പൂർണനും നിരുപാധികം നേതൃത്വമുള്ളവനും അത് അള്ളാഹു മാത്രമാണ്. അത് മനസ്സിലാക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാദത്ത്, നേതൃത്വം, അത് നമ്മൾ മനസ്സിലാക്കണം. ശരിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തിരുനബി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അന സയ്യിദു വലദി ആദം, അല്ലെങ്കിൽ സയ്യിദു ഉൽദി ആദം വല ഫഖർ, ഞാൻ ആദം സന്തതികളിൽ സയ്യിദാണ്. അത് ഊറ്റം പറയലോ ഫഖർ പറയലോ അല്ല, പിന്നെയോ അതൊരു അള്ളാഹു നൽകിയ അംഗീകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്ഥാനവുമാണെന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം സന്തതികളിൽ സയ്യിദാണ് എന്നുള്ളത്. പക്ഷേ സയ്യിദെല്ലാം ഒരേപോലെ അല്ല. കുറേ സയ്യിദ്മാരെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ മനസ്സിലാക്കേണ്ട ഹദീസുകളിൽ. അള്ളാഹുവിൻ്റെ സിയാദത്ത്, നേതൃത്വം, അള്ളാഹു അസ്സയ്യിദ് എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ ഹദീസ് തന്നെ നമ്മൾ പഠന വിധേയമാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാദത്ത്, നേതൃത്വവും അല്ലെങ്കിൽ സുഅദത്ത്, നേതൃത്വവും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നേതൃത്വവും അതിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. എന്താ? ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന്ത്യനാളിൽ ആദം സന്തതികളിൽ ഞാനായിരിക്കും സയ്യിദ്. അത് ഞാൻ ഫഖർ പറയല്ല, മാത്രമല്ല വബിയദി ലിവാഉൽ ഹംദ് വലാ ഫഖർ, അന്ത്യനാളിൽ ഹംദിൻ്റെ പതാക അതെൻ്റെ കയ്യിലായിരിക്കും, അതും ഫഖർ പറയല്ല. വമാ മിൻ നബിയിൻ യൗമഇദിൻ ആദമു ഫമൻ സിവാഹു ഇല്ലാ തഹ്ത ലിവാഇ, അന്ത്യനാളിൽ ഒരു നബിയില്ല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് താഴെയുള്ള എല്ലാ നബിമാരും എൻ്റെ കൊടിക്ക് കീഴിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്ക് കീഴിലായിരിക്കും ആദം നബിയും സകല നബിമാരും. വഅന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർദു വലാ ഫഖർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഭൂമി പിളർന്ന് ഭൂഗർഭത്തിലുള്ളവർ പുറത്തേക്ക് വരും. അപ്പോൾ ആദ്യമായി ഭൂമി പിളർന്ന് ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത് ഞാനായിരിക്കും. വലാ ഫഖർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, അതൊന്നൊരു ഫഖറല്ല, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്വവും സ്ഥാനവുമാണ്. എന്നിട്ട് പിന്നെ മഹ്ശറിൽ ശഫാഅത്തുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയം റസൂലുള്ളാഹി പറയാണ്. ആളുകളെ വിചാരണക്കെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് പോകും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ അതിനാളല്ല എന്ന് പറയും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് പോകും, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയും കൈമലർത്തും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് പോകും ആളുകൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷഫാഅത്ത് നിർവഹിക്കൂല. അവസാനം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ പോകും, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഒഴിവാക്കും. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ചെല്ലും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഷഫാഅത്ത് നിർവഹിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയും, ഇത്തു മുഹമ്മദൻ, നിങ്ങൾ മുഹമ്മദിൻ്റെ അടുക്കലേക്ക് ചെന്നോളി എന്നാണ് പറയുക, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനുഷ്യകുലം എൻ്റെ അടുക്കലേക്ക് വരും. അങ്ങനെ അവരെയും കൊണ്ട് ഞാൻ സ്വർഗ കവാടത്തിൽ ചെന്ന് ഞാനാണ് സ്വർഗ കവാടത്തിൻ്റെ പിടിച്ച് കുലുക്കുക, അല്ലെങ്കിൽ അതിൽ ശബ്ദമുണ്ടാക്കുക.
അപ്പോഴാണ് മൻ ഹാദ, ആരാണെന്ന് ചോദിക്കും. അപ്പം മുഹമ്മദുൻ, മുഹമ്മദാണെന്ന് പറയും. ഫയഫ്തഹൂന ലി, എനിക്ക് വേണ്ടി സ്വർഗ കവാടം തുറക്കും. വയുറഹിബൂന ബി, സ്വർഗത്തിൽ കാവൽക്കാരായിട്ടുള്ളവർ എനിക്ക് സ്വാഗതമരുളും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഫഅഖിറു സാജിദൻ ഫയുൽഹിമുനി അല്ലാഹു മിനസ് സനാഇ വൽ ഹംദ്, ഞാൻ സുജൂദിൽ വീഴും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തേണ്ട പ്രശംസിക്കേണ്ട വചനങ്ങൾ എനിക്ക് ബോധനമേകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘകാലം സുജൂദിൽ കിടന്ന് അല്ലാഹുവിനെ പ്രശംസിച്ച് വാഴ്ത്തി പുകഴ്ത്തി സുജൂദിൽ കിടക്കവേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഇർഫഅ റഅസക് വസൽ തുഅത, മുഹമ്മദെ തല ഉയർത്തു, ചോദിക്കൂ നിങ്ങൾക്ക് നൽകപ്പെടും. വഷ്ഫ തുഷഫ, നിങ്ങൾ ശുപാർശ പറഞ്ഞോളി, നിങ്ങളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. വഖുൽ യുസ്മ, നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ സംസാരം അത് കേൾക്കപ്പെടും എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നത്. എന്തിന്? ആദം സന്തതികളെ, മനുഷ്യരെ വിചാരണക്കെടുക്കാൻ. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ സയ്യിദാണ്, ആദം സന്തതികളിൽ ഞാൻ സയ്യിദാണ്. ലിവാ ഉൽ ഹംദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് ഉയർത്തുമ്പോൾ ആ കൊടിക്ക് കീഴിൽ ആദം നബി മുതൽ എല്ലാ നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്ക് കീഴിലാണ് ഉണ്ടാകുക. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സയ്യിദാണ്. സയ്യിദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അസയ്യിദായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഒരു കാര്യം നേടാൻ, അതെന്താ? ആളുകളെ ശുപാർശക്കെടുക്കണം എന്നുള്ള കാര്യം നേടാൻ സുജൂദിൽ വീണ് അള്ളാഹുവിനെ പ്രശംസിച്ച് വാഴ്ത്തി പുകഴ്ത്തി പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തല ഉയർത്തിയിട്ട് കാര്യം പറയാനും ശുപാർശ നടത്താനും ഒക്കെ ആവശ്യപ്പെടുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യണത്? അത് നിർവഹിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ സയ്യിദ് ആരാണ്? യഥാർത്ഥ സയ്യിദ് സമ്പൂർണാർത്ഥത്തിൽ നിരുപാധികം അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ സയ്യിദാണ്. പക്ഷേ സമ്പൂർണാർത്ഥത്തിലല്ല, അള്ളാഹുവിനുള്ള നിരുപാധികമായ സിയാദത്ത്, നേതൃത്വം ആ അർത്ഥത്തിലും അല്ല എന്ന് ഇവിടെ നമ്മൾ ഈ ഹദീസിലൂടെ മനസ്സിലാക്കണം. ഇതേപോലെയാണ് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഓതുന്നുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് കുഞ്ഞുണ്ടാകാൻ പ്രാർത്ഥിച്ചു. റബ്ബി ലാ തദർനി ഫർദ വഅൻത ഖൈറുൽ വാരിസീൻ, പഠിച്ചോനെ നീ എന്നെ ഏകനാക്കി വിട്ടേക്കല്ലേ, സന്തതികളെ നൽകി അനന്തരമെടുപ്പിക്കുന്നവരിൽ ഉത്തമനാണ് നീ, ദുആ ചെയ്ത്. അതേപോലെ തന്നെ അദ്ദേഹം അള്ളാഹുവിനോട് സാലിഹായ നല്ല ഒരു സന്തതിയെ ദുആ ചെയ്ത് നമസ്കരിച്ചത് വിശുദ്ധ ഖുർആനിൽ കാണാം. അങ്ങനെ ഫനാദതുഹുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറ വനബിയ്യൻ മിനസ് സാലിഹീൻ. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുഞ്ഞുണ്ടാകാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ഇരുന്നപ്പോൾ അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കെ മിഹ്റാബിൽ മലക്കുകൾ വന്നു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. 4 വസ്ഫുകളൊത്ത ഒരു കുഞ്ഞിനെയാണ് സന്തോഷ വാർത്ത അറിയിച്ചത്. 4 വസ്ഫുകളൊത്ത കുഞ്ഞ്. ഏതാ? മുസദ്ദിഖൻ ബി കലിമത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു കലിമത്തിനെ സത്യപ്പെടുത്തുന്ന കുഞ്ഞ്, അഥവാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ സത്യപ്പെടുത്തുന്ന കുഞ്ഞ്. രണ്ടാമത്തേത് വസയ്യിദൻ, യഹ്യ സയ്യിദാണ് എന്ന് പറഞ്ഞാൽ യഹ്യാക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ ആളുകളുടെ നേതൃചുമതല. വഹസൂറൻ, ഹസൂർ എന്ന് പറഞ്ഞാൽ പവിത്രൻ, വിരക്തൻ, അതേപോലെ തന്നെ ലൈംഗിക ചേഷ്ടകളിൽ ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെയുള്ള അവസരങ്ങളൊന്നുമില്ല, സമയങ്ങളൊന്നുമില്ല. പിന്നെയോ വിശുദ്ധിയിൽ, പവിത്രതയിൽ കഴിഞ്ഞുകൂടുന്ന വ്യക്തിത്വം, അതാണ് ഹസൂർ. ചിലർ ആ ഹസൂർ എന്നുള്ള പദത്തെ പിന്നെ ചില തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഹസൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാം പതിവ്രതയുള്ള
പവിത്രതയുള്ള വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ്. ജഡികേച്ഛകളിൽ, അതേപോലെ തന്നെ ലൈംഗിക ചേഷ്ടകളിൽ താല്പര്യം മൂത്ത് ആരാധനകളിലും അതേപോലെ തന്നെ പുണ്യകർമ്മങ്ങളിലും വിരക്തനാകുന്നൊരവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഹസൂർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര് അർത്ഥമാക്കുന്നത്. പിന്നെ വനബിയ്യ മിന സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട പ്രവാചകൻ. അതാണ് യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 4 പ്രത്യേകതകൾ. അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ സമ്മാനിച്ചതാണ്. അപ്പോൾ ഇവിടെ സയ്യിദ് എന്ന് യഹ്യ അലൈഹിസ്സലാമക്ക്, യഹ്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷണം പറയാണ്. ഇതേപോലെ സൂറത്ത് യൂസുഫിൽ ഒരു സയ്യിദിനെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്ത് യൂസുഫിൽ ഏതാണ് ആ സയ്യിദ്? സൂറത്ത് യൂസുഫിൽ പറയുന്ന സയ്യിദ് ഈജിപ്തിലെ അസീസാണ് സയ്യിദ്. എവിടെയാണ് അത് പറയുന്നത്? അത് പറയുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അസീസിൻ്റെ കൊട്ടാരത്തിൽ ഭൃത്യനായി ജോലി ചെയ്യുന്ന നാളുകളിൽ അസീസിൻ്റെ ഭാര്യ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ണുവെക്കുകയാണ്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രാപിക്കുവാൻ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ആ പെണ്ണ്. അങ്ങനെ വറാവദതുഹുല്ലതി ഹുവ ഫീ ബൈതിഹ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ് എന്നൊക്കെ തുടങ്ങി നമ്മൾ വായിക്കണില്ലേ? യൂസുഫിനെ വശീകരിക്കുവാൻ ആ സ്ത്രീയാണ് ശ്രമം നടത്തിയത്. അവൾ കവാടങ്ങൾ കൊട്ടിയടച്ചു. വഖാലത് ഹൈതലക്, എന്നിട്ട് യൂസുഫിനെ അവർ വിളിക്കുകയാണ് തൻ്റെ ഇംഗിതം യൂസുഫിൽ ശമിപ്പിക്കാൻ. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കൂട്ടാക്കണില്ല. അങ്ങനെ എന്താ വിശുദ്ധ ഖുർആൻ പറയുന്നത്? വസ്തബഖൽ ബാബ് വഖദ്ദത് ഖമീസഹു മിൻ ദുബ്രിൻ വഅൽഫയ സയ്യിദഹാ ലദൽ ബാബ് എന്നാണ്. ഈ പെണ്ണ് യൂസുഫിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി, യൂസുഫിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും ഓടുകയാണ്. അങ്ങനെ രണ്ടാൾ ഓടുന്നത് വാതിൽക്കാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഓടുന്നത് എന്തിന്? വാതിൽ കടന്ന് ഈ പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ. ഈ സ്ത്രീ ആകട്ടെ യൂസുഫിനെ കടന്ന് പിടിക്കാൻ. അങ്ങനെ വഖദ്ദത് ഖമീസഹു മിൻ ദുബ്രിൻ, ആ പെണ്ണ് യൂസുഫിൻ്റെ വസ്ത്രം പിന്നിൽ നിന്ന് വലിച്ചു കീറി. അള്ളാഹു പറയാണ് വഅൽഫഹാ സയ്യിദഹാ ലദൽ ബാബ്. അങ്ങനെ വാതിൽക്കലെത്തിയപ്പോൾ ഇവർ രണ്ടുപേരും, അഥവാ യൂസുഫും അസീസിൻ്റെ ഭാര്യയും അവളുടെ സയ്യിദിനെ വാതിൽക്കൽ കണ്ടുമുട്ടി എന്നാണ്. കാരണം വാതിൽ കടന്നിട്ട് മറ്റേ ആൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവർ രണ്ടാൾ അങ്ങോട്ട് ഓടുന്നത്. ഒരാൾ രക്ഷാർത്ഥം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ തൻ്റെ സയ്യിദിനെ കണ്ടു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കണ്ടപ്പോൾ എന്താ ഉണ്ടായത്? കണ്ടപ്പോൾ ഉണ്ടായത് ഖാലത്ത് മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജൻ ഔ അദാബുൻ അലീം. ഭർത്താവിനാണ് കണ്ടപ്പോൾ പെണ്ണെന്താ പറഞ്ഞത്? നിങ്ങളുടെ കുടുംബത്തെ ദുരുദ്ദേശം പ്രവർത്തിക്കുവാൻ ഉദ്ദേശിച്ചവനെ ഒന്നുകിൽ ജയിലിലാക്കണം അല്ലെങ്കിൽ നോവേറ്റുന്ന ശിക്ഷ നൽകണം എന്ന് പറഞ്ഞു. ആരാ ഇപ്പോൾ ദുരുദ്ദേശം ഉദ്ദേശിച്ചത്? യൂസുഫ അല്ല, ഈ സ്ത്രീയാണ്. പക്ഷേ ഭർത്താവിനെ കണ്ടപ്പോൾ പെണ്ണ് പെട്ടെന്ന് ചുവട് മാറ്റി, അടവ് മാറ്റി. അവനാണ് കുറ്റക്കാരൻ എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ സംസാരിച്ചു. ഖാല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഹിയ റാവദത്നി അൻ നഫ്സി, എന്നെ വശീകരിക്കാൻ അവരാണ് ശ്രമിച്ചത്. അപ്പോഴാണ് വശഹീദ ഷാഹിദും മിൻ അഹ്ലിഹ ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബ്ലിൻ ഫസദഖതു വഹുവ മിനൽ കാദിബീൻ. അവളുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാൾ ഇവരുടെ വിഷയത്തിൽ ന്യായം പറഞ്ഞു, സാക്ഷി പറഞ്ഞു. യൂസുഫിൻ്റെ കുപ്പായം മുന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എങ്കിൽ അവൾ പറഞ്ഞത് സത്യമാണ്, യൂസുഫ് കളവാണ് പറയുന്നത്. വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ് സാദിഖീൻ. അതല്ല, യൂസുഫിൻ്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എങ്കിൽ യൂസുഫ് പറയുന്നത് എന്താണ്? സത്യമാണ്, അവർ കളവാണ് പറയുന്നത്. അപ്പോൾ സയ്യിദ് നോക്കി, ഫലമ്മ റഅ ഖമീസഹു ഖുദ്ദ മിൻ ദുബുരിൻ, യൂസുഫിൻ്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയതെന്ന് സയ്യിദ് കണ്ടപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു ഇന്നഹു മിൻ കൈദികുൻ ഇന്ന കൈദകുൻ അദീം. ഭാര്യനോട് പറഞ്ഞ് ഇത് നിങ്ങളുടെ കുതന്ത്രമാണ്, നിങ്ങളുടെ കുതന്ത്രം അത് മഹാകുതന്ത്രം തന്നെ. യൂസുഫ് ആറിദ് അൻ ഹാദ വസ്തഗ്ഫിരി ലിദംബിക്, യൂസുഫ് ഈ വിഷയം വിഗണിച്ചേക്കൂ. ഭാര്യനോട് പറഞ്ഞു നീ അള്ളാഹുവിനോട് പാപമോചനം നടത്തി, ഇന്നക്കി കുൻതി മിനൽ ഖാത്തിഈൻ, തെറ്റ് ചെയ്തവരുടെ കൂട്ടത്തിലായിരുന്നു നീ എന്ന് പറയേണ്ടത്.
അപ്പോൾ ഇവിടെ നമ്മളുടെ വിഷയം അസ്സയ്യിദ് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആരെക്കുറിച്ച് പറഞ്ഞു? ഈജിപ്തിലെ അസീസിനെ കുറിച്ച് പറഞ്ഞു. അവിടെ സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഗൃഹനാഥൻ, അല്ലെങ്കിൽ ഈ അസീസിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ്, രക്ഷാധികാരി എന്നൊക്കെയുള്ള അർത്ഥമാണ്. യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞ സയ്യിദ്, അവിടെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഖൗമിൻ്റെ ആളുകളുടെ നായകൻ, നേതാവ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അള്ളാഹു അസ്സയ്യിദ് എന്ന് പറയുന്നത് പോലല്ല പടപ്പുകളുടെ വിഷയത്തിൽ അസ്സയ്യിദ് എന്നുള്ളതായ പേര്. പടപ്പുകളിൽ പലരെക്കുറിച്ചും ഇതേപോലെ അസ്സയ്യിദ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഏതാനും തിരുമൊഴികളാണ് ഇനി ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വായിച്ചപ്പോഴാണ് ഈ സ്ത്രീകളുടെ ബുദ്ധിയെക്കുറിച്ചാണല്ലോ പറയുന്നത്. അവരുടെ ആ കുതന്ത്രം പെട്ടെന്ന് ആ ചുവട് മാറ്റിയത് നോക്കി നിങ്ങൾ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എത്ര പവിത്രനാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മുമ്പിൽ പെട്ടെന്ന് പരാജയപ്പെടും. ഈ അലക്സാണ്ടർ ചക്രവർത്തി അറിയപ്പെട്ട രാജാവാണല്ലോ. അയാളുടെ പ്രത്യേകത എന്താ? അലക്സാണ്ടർ മഗ്നോണിയക്കാരൻ അലക്സാണ്ടറുടെ പ്രത്യേകത, അദ്ദേഹം ലോകം കീഴടക്കിയ ഭരണാധികാരി എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്. അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ അദ്ദേഹം ഏത് യുദ്ധം നയിച്ചിട്ടുണ്ട് അതൊക്കെ ജയിക്കും എന്നുള്ളതാണ് ചരിത്രത്തിൽ. അപ്പോൾ ഒരു ദിവസം ഒരു പടയോട്ടം ഉദ്ദേശിച്ച് അങ്ങനെ സൈന്യത്തെ ഒക്കെ ഒരുക്കി അലക്സാണ്ടർ ചക്രവർത്തി നിരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ എതിർ കക്ഷി അതിൽ സ്ത്രീകളാണ്. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞല്ലോ, യുദ്ധം വേണ്ട, ഒക്കെ ഒരുങ്ങി, യുദ്ധസന്നാഹങ്ങളൊക്കെ ഒരുങ്ങി, ഇനി ഏറ്റുമുട്ടേണ്ട ആ സന്ദർഭത്തിൽ പറഞ്ഞ യുദ്ധം വേണ്ട. അപ്പോൾ ചോദിച്ചു, എന്താ യുദ്ധം വേണ്ട എന്ന് പറയുന്നത്? നമുക്ക് ഒരുങ്ങിയില്ലേ? അപ്പോൾ പറയാണ്, പെണ്ണിനോടാണ് ഏറ്റുമുട്ടുന്നത്. ജയിച്ചാൽ അഭിമാനം പറയാനുമില്ല, തോറ്റാൽ പേരുദോഷം ഖിയാമത്ത് നാൾ വരെ പോകൂല. അതുകൊണ്ട് യുദ്ധം വേണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യുദ്ധം ഒഴിവാക്കി എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടലുകൾ അത് പ്രതിപക്ഷത്തോടാകുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഇവിടെ ഈ ചരിത്രത്തിലും ഈ ചരിത്രത്തിലും ആ ഒരു പാഠം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. മറ്റൊരു വിഷയം, തിരുമൊഴികളിൽ അസ്സയ്യിദ് എന്ന പേര് പരാമർശിക്കപ്പെട്ടതാണ്. നബി കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച് അസ്സയ്യിദ് എന്ന് പറയും. സയ്യിദ് എന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞ് പിന്നെ ഒരു തങ്ങൾ അവസാനം ഉണ്ടാവും. അത് മലയാളത്തിൽ. അതിനി പേർഷ്യൻ അതേപോലെ തന്നെ മറ്റു നാടുകളിലൊക്കെ ആണെങ്കിൽ സയ്യിദ് എന്ന് തുടക്കത്തിൽ പറയും, ഒടുവിൽ ഷാ എന്നായിരിക്കും ഉണ്ടാകുക. ഷാ. ചില നാടുകളിൽ മാത്രമാണ് സയ്യിദ് എന്നുള്ളത് പേരായിട്ട് ഉപയോഗിക്കുക. യഥാർത്ഥത്തിൽ നബി കുടുംബത്തിലെ മെമ്പർമാരാണെന്ന് തിരിച്ചറിയാൻ ഈ സയ്യിദ് എന്നുള്ള പേര് വെക്കൽ അതിന് പ്രൂഫില്ല, തെളിവില്ല. നബി കുടുംബത്തിലെ കുറേ മെമ്പർമാരുണ്ട്, അവരൊന്നും അസയ്യിദ് എന്ന പേരിലെ ഹദീസുകളിൽ നബി കുടുംബമാണെന്ന നിലക്ക് പരാമർശിക്കപ്പെട്ടിട്ടുമില്ല. നമ്മുടെ നാടുകളിലൊക്കെ പലരും ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഈ ബ്രാഹ്മൺ കുടുംബത്തിലുള്ളവരൊക്കെയാണ് എങ്കിൽ ചരിത്രം വായിക്കുമ്പോൾ കാണാം അവരെക്കുറിച്ച് സയ്യിദ് എന്ന് പറയുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു എന്നാണ്. ചിലരിനി മറ്റു ചില ഗോത്രങ്ങളെ പരിഗണിച്ചിട്ട് ഖാൻ എന്നവരെക്കുറിച്ച് പറയും, ചിലരെക്കുറിച്ച് സയ്യിദ് എന്ന് ചേർക്കും. അതൊക്കെ ഈ ജാതി വ്യവസ്ഥക്കനുസരിച്ച് ഉള്ള പരിഗണനകളാൽ ചരിത്രത്തിൽ നൽകപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നത്. ഏതായാലും നമ്മളുടെ അതിൻ്റെ ശറഈ വശം നോക്കുകയാണെങ്കിൽ, മതപരമായ വശം നോക്കുകയാണെങ്കിൽ നബി കുടുംബത്തിലെ മെമ്പർമാർ അവർ സയ്യിദ് എന്ന് പറഞ്ഞ് വിളിക്കപ്പെടുക എന്നുള്ളതിന് തെളിവ് കാണാൻ സാധിക്കില്ല. നബി കുടുംബം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് ഒരിക്കൽ
ഖാലിദ് ബിൻ സഈദ് ഒരു പശുവിനെ കൊടുത്തയച്ച് സമ്മാനമായിട്ട്. അപ്പോൾ ആ പശു വന്നപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ പറഞ്ഞു ഇത് സദഖ മുതലിൽ നിന്നുള്ള ഒരു പശുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു ഇന്ന ആല മുഹമ്മദ് ലാ തഹില്ലു ലനാ സദഖ, ഞങ്ങൾ നബി കുടുംബാണ്, ഞങ്ങൾക്ക് സദഖ അനുവദനീയമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ പശുവിനെ സ്വീകരിക്കാതെ തിരസ്കരിച്ചു. കാരണം ഞങ്ങൾ നബി കുടുംബാണെന്ന് പറഞ്ഞു. അപ്പം നബി കുടുംബം ആരാ? സദഖ മുതൽ ഹറാമായവരാണ്, സക്കാത്ത് ഹറാമായവരാണ് ആര്? നബി കുടുംബം. അവർ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുർരിയത്ത് സന്താനങ്ങൾ, അതേപോലെ തന്നെ ബനൂ ഹാഷിമിലെ അല്ലെങ്കിൽ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ എല്ലാ മുസ്ലിമും മുസ്ലിമത്തും മുസ്ലിമീങ്ങളാണ് ആര്? നബി കുടുംബം, അഹ്ലുൽ ബൈത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഈ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരൊന്നും സയ്യിദ് എന്ന് പേരിട്ട് വിളിച്ചിട്ടില്ല. നബി കുടുംബമാണ് എന്ന നിലക്ക് വേറിട്ടറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ നബി കുടുംബത്തിലെയും അല്ലാത്തവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് എന്ന് വിളിച്ചിട്ടുണ്ട്. അത് നമ്മളിവിടെ മനസ്സിലാക്കണം. നബി കുടുംബത്തിലെ മെമ്പർമാരെ മാത്രമല്ല, പിന്നെയോ നബി കുടുംബത്തിൽപ്പെട്ടവരെയും അല്ലാത്തവരെയും സയ്യിദ് എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് അറിയിക്കുവാൻ സയ്യിദ് എന്ന് ചേർത്ത് പറയുക എന്നുള്ളത് തെളിവുകളിൽ വന്ന വിഷയമല്ല. അഹ്ലുൽ ബൈത്ത് ആരാണ്? അഹ്ലുൽ ബൈത്ത് സദഖ ഹറാമായവർ. അത് ബനൂ ഹാഷിമിലുണ്ട്, ബനുൽ മുത്തലിബുണ്ട്, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പര. അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായുടെ സന്താന പരമ്പരയാണ് ഇവിടെ നിലനിന്നത്. ജാഫറിൻ്റെ, അതേപോലെ അഖീലിൻ്റെ, അബ്ബാസിൻ്റെ ഒക്കെ സന്താനങ്ങളൊക്കെ അവരൊക്കെ നബി കുടുംബത്തിൽപ്പെട്ടവരാണ് റളിയല്ലാഹു തആല അനിൽ ജമീ. എന്നാൽ ഹദീസുകൾ എടുത്തു നോക്കൂ നിങ്ങൾ, ഈ വിഷയത്തിൽ അവരൊന്നും സയ്യിദ് സയ്യിദ് എന്ന് പറഞ്ഞ് അവരുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടത് കാണാൻ സാധിക്കില്ല. നബി കുടുംബത്തിൽപ്പെട്ട ചിലരെയും അല്ലാത്ത ചിലരെയും സയ്യിദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് കാണാൻ സാധിക്കും. ആ വിഷയത്തിൽ ചില ഹദീസുകൾ ചില ചരിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആ ഹദീസിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിൻ്റെ ഉമ്മ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് ബന്ധപ്പെട്ട സമയം അടുത്ത് എപ്പോഴേലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇത്ര സമയമായി, ഇത്ര ദിവസമായി ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹുദൈഫനെ ഉമ്മ ആക്ഷേപിച്ച്. അപ്പോൾ ഹുദൈഫ പറഞ്ഞ്, എങ്കിൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലാം, എന്നിട്ട് റസൂലുള്ളാഹിയുടെ അടുത്ത് മഗ്രിബ് നമസ്കരിച്ചിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി റസൂലുള്ള അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ, പാപമോചനത്തേട്ടം നടത്താൻ ഞാൻ ആവശ്യപ്പെടാം എന്ന് പറഞ്ഞു. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമ്മാൻ്റെ അടുത്ത് നിന്ന് പോവുകയാണ്. അങ്ങനെ അദ്ദേഹം പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു, അങ്ങനെ നിസ്കരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച് പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗമിച്ചു. എൻ്റെ ശബ്ദം കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ ഹാദാ ഹുദൈഫ, ആരാണിത്, ഹുദൈഫയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ഹാജതുക ഗഫറല്ലാഹു ലക വലി ഉമ്മിക്, എന്താ ഹുദൈഫ നിങ്ങളുടെ ആവശ്യം? അള്ളാഹു നിങ്ങൾക്കും നിങ്ങളുടെ ഉമ്മാക്കും പുറത്തു തരട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദാ മലകും ലം യൻസിലിൽ അർദ ഖത്തു ഖബ്ല ഹാദിഹിൽ ലൈല, ഇതാ ഒരു മലക്ക് ഈ രാത്രിക്ക് മുമ്പ് ഇതുവരെ ഭൂമുഖത്തേക്ക് ഇറങ്ങിയിട്ടില്ലാത്ത മലക്കാണിത്. എന്തിനാ മലക്ക് ഇറങ്ങിയത്? ഇസ്തഅദന റബ്ബഹു അൻ യുസല്ലിമ അലൈഹി, എനിക്ക് സലാം പറയാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് അനുവാദം ചോദിച്ചിട്ട് മലക്ക് ഇറങ്ങിയതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മാത്രമല്ല മലക്കിൻ്റെ ആഗമനത്തിന് മറ്റൊരു ലക്ഷ്യമുണ്ട്. അതെന്താ? വയുബശ്ശിറനി ബിഅന്ന ഫാത്തിമത സയ്യിദതു നിസാഇ അഹ്ലിൽ ജന്ന, എനിക്കൊരു സന്തോഷ വാർത്ത നൽകാൻ വേണ്ടി കൂടിയാണ് ആ മലക്കിറങ്ങിയത്. അതെന്താ സന്തോഷ വാർത്ത? ബിഅന്ന ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ വഅർദഹ സയ്യിദതു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ സ്ത്രീകളിലെ സയ്യിദത്താണ്, നേതാവാണ്.
വഅന്നൽ ഹസന വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ സ്വർഗത്തിലെ യുവാക്കളിലെ സയ്യിദുമാരാണ്, നേതാക്കന്മാരാണ്, നായകന്മാരാണ്. ഈ കാര്യം എനിക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ കൂടിയാണ് ഈ മലക്ക് ഇറങ്ങിയത് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഫാത്തിമത്ത് ആരാണ്? സയ്യിദത്താണ്. ഹസൻ സയ്യിദാണ്, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹവും സയ്യിദാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. മറ്റൊരു ഹദീസ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഒരിക്കൽ മിമ്പറിൽ കണ്ടു. അപ്പോൾ ഹസൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിൻ്റെ അടുക്കലുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ജനങ്ങളുടെയും ഇടയിൽ അങ്ങോട്ട് കൊണ്ട് ഓടിക്കളിക്കുക. റസൂലുള്ളാഹി മിമ്പറിലാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ബിനി ഹാദാ സയ്യിദുൻ, എൻ്റെ ഈ മകൻ സയ്യിദാകുന്നു. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഹസനെ കുറിച്ച്. എൻ്റെ ഈ മകൻ സയ്യിദാകുന്നു. വലഅല്ലല്ലാഹ യുസ്ലിഹ ബൈന ഫിയതൈനി അദീമതൈനി മിനൽ മുസ്ലിമീൻ, എൻ്റെ ഈ മകൻ മുഖാന്തരം അള്ളാഹു മുസ്ലിമീങ്ങളിൽ രണ്ട് വലിയ കക്ഷികൾക്കിടയിൽ സുൽഹുണ്ടാക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതാരെക്കുറിച്ചാണ് പറഞ്ഞത്? ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ ഈ മകൻ സയ്യിദാകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? മുസ്ലിമീങ്ങളിലെ രണ്ട് വലിയ കക്ഷികൾക്കിടയിൽ അദ്ദേഹം സുൽഹുണ്ടാക്കുന്നതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനൊക്കെ ശേഷം, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം അഹ്ലുൽ ബൈത്തിൻ്റെയും അതേപോലെ തന്നെ അമവികളുടെയും പേരിൽ രണ്ട് കക്ഷികളായി വേറിട്ട് നിന്ന സിറിയക്കാർ, അതേപോലെ തന്നെ ഇറാഖുകാരും മറ്റും അവർക്കിടയിലുണ്ടാക്കിയതായ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സുൽഹിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഹസനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് എന്ന് വേറെ തന്നെ പറയുകയുണ്ടായി. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ, സയ്യിദാതു നിസാഇൽ അഹ്ലിൽ ജന്ന ബഅദ മറിയം ഫാത്തിമത്തു വ ഖദീജത്തു വ ആസിയത്തു ഇംറാഅത്തു ഫിർഔൻ. സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകളിൽ സയ്യിദത്തുമാർ. ഒരു സയ്യിദത്തിനെ നമ്മൾ മനസ്സിലാക്കിയത് അതാരാ? ഫാത്തിമ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെയും മൂന്നാളുകളെ അറിയിക്കുകയാണ്. ബഅദ മറിയം, മറിയം ബിൻത് ഇമ്രാൻ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയായ മറിയത്തിന് ശേഷം സ്വർഗീയ സ്ത്രീകളുടെ നേതാക്കന്മാർ ഫാത്തിമയും ഖദീജയും ആസിയ ഇമ്രാഅത്തു ഫിർഔൻ, ഫിർഔൻ്റെ ഭാര്യ ആസിയ ബിന്ത് മുസാഹിമുമാകുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ സയ്യിദ് എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗാണ് എന്ത്? സയ്യിദത്ത്. അവിടെ നോക്കൂ നിങ്ങൾ, ഖദീജ റളിയല്ലാഹു തആല അൻഹ, ആസിയ, മറിയം, ഫാത്തിമ, ഈ നാല് സയ്യിദത്തുമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇനി മറ്റൊരു ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അബൂബക്കർ സയ്യിദുന വ ഖൈറുന വ അഹബ്ബുന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദുന, ഞങ്ങളുടെ സയ്യിദാകുന്നു, വ ഖൈറുന, ഞങ്ങളിൽ ശ്രേഷ്ഠനാകുന്നു, വ അഹബ്ബുന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സയ്യിദ് എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി കുടുംബത്തിൽപ്പെട്ട ബനു ഹാഷിമിലെ ബനു മുത്തലിബിലെ പെട്ട ആളല്ല. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഗോത്രം ബനു തൈം ഗോത്രമാണ്. അബൂബക്കർ റളിയല്ലാഹു തൈമിയാണ്, ബനു തൈം. അപ്പോൾ ഇവിടെ സയ്യിദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത്. ഇതേപോലെ ജാബിർ ബിൻ അബ്ദുല്ല പറയാണ്, ഉമർ റളിയല്ലാഹു തആല എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ്. എന്താ പറയാറുള്ളത്? അബൂബക്കർ സയ്യിദുന വ അഅതക സയ്യിദന ബിലാലൻ. അബൂബക്കർ സയ്യിദുന, അബൂബക്കർ ഞങ്ങളുടെ സയ്യിദാണ്. അഅതക, അബൂബക്കർ റളിയല്ലാഹു തആല മോചിപ്പിച്ചു, സയ്യിദന ബിലാലൻ, ഞങ്ങളുടെ സയ്യിദായ ബിലാലിനെ. അപ്പോൾ ബിലാലും സയ്യിദാ. ആരാ ബിലാൽ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകുന്ന സയ്യിദ് ഞങ്ങളുടെ സയ്യിദായ ബിലാലിനെ മോചിപ്പിച്ചു എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്.
മനസ്സിലായില്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ബിലാലിനെ മോചിപ്പിച്ചത്. ബിലാലിനെ മാത്രമല്ല, പിന്നെയോ ബിലാലിനെ പോലെ ബിലാലിനെ ഉമയ്യയിൽ നിന്ന് ഉമയ്യ ആവശ്യപ്പെട്ട തുക നൽകിയിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു തആല മോചിപ്പിക്കുന്നത്. സുന്നൈറ, നഹ്ദിയ, ഉമ്മു അബീസ്, അതേപോലെ തന്നെ ജാരിയത്ത് ബനി മുഅമ്മൽ, ആമിർ ബിൻ ഫുഹൈറ തുടങ്ങിയ അടിമകൾ, അതിൽപ്പെട്ടാണ് ബിലാൽ. ഇവരൊക്കെ മക്കയിൽ അവർ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അതിനിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ബിലാലിൻ്റെ സയ്യിദായിരുന്നു ഉമയ്യ ഇബ്നു ഖലഫ് ലഅനഹുല്ലാഹ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുമ്പോൾ ആ പീഡിപ്പിക്കപ്പെടുന്നിടത്ത് ചെന്ന് അയാൾ ആവശ്യപ്പെടുന്ന തുക നൽകി ബിലാലിനെ മോചിപ്പിച്ചു. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചില റിപ്പോർട്ടുകളിൽ കാണാം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ അടുത്തൊരു അടിമയുണ്ട് ബിലാലിനേക്കാൾ കരുത്തനായ, നിനക്ക് സേവനത്തിന് ആ അടിമ കൂടുതൽ ഉപകരിക്കുന്ന ആ അടിമനെ കൂടി കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാലിനെ മോചിപ്പിച്ചതെന്നാണ്. അതുകൊണ്ട് തന്നെ ആ മോചനത്തിനൊരു പ്രത്യേകത ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് വല്ലൈലി ഇദാ യഗ്ഷ തുടങ്ങുന്ന ആയത്തിൻ്റെ അവസാനം ഉണ്ടല്ലോ, ഫമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല വലസൗഫ യർള എന്നുള്ള ആയത്തുകളുടെ അവതരണം ഈ അടിമകളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മോചിപ്പിച്ചതിൻ്റെ വിഷയത്തിലാണ് എന്ന് തഫ്സീറുകൾ കാണാൻ സാധിക്കും. അടിമകളെങ്ങനെ മോചിപ്പിക്കുക? ബിലാലിനെ പോലുള്ളവരെ മോചിപ്പിക്കുകയാണ്. അപ്പോൾ ഖുറൈശികൾ പറയാണ്, അബൂബക്കറിന് എന്തോ പ്രത്യുപകാരം ഈ അടിമകളൊക്കെ ചെയ്തു കൊടുക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാശിറക്കിയിട്ട് മോചിപ്പിക്കണമെന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുകയാണ്. അങ്ങനെ ഈ അടിമകളിൽ നിന്നൊക്കെ പിന്നീടൊരു ലാഭവും വൈയക്തികമായ താല്പര്യവും നേടിയെടുക്കാനല്ല ഈ മോചനം, മേലായ റബ്ബിൻ്റെ തൃപ്തി മാത്രം കാക്ഷിച്ചിട്ടാണ് ഈ മോചിപ്പിക്കൽ. അതുകൊണ്ട് വലസൗഫ യർള, സംതൃപ്തമായിട്ടുള്ളതായ ഒരു ജീവിതം അത് അബൂബക്കറിന് ഉണ്ടായിരിക്കുമെന്നുള്ള സുവിശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഏതായാലും ബിലാലിനെ പോലുള്ളവരെ മോചിപ്പിച്ചതൊരു ചരിത്ര സംഭവമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു അത് അനുസ്മരിക്കുകയാണ്. എങ്ങനെയാണ് അനുസ്മരിക്കണത്? അബൂബക്കർ സയ്യിദുന, അബൂബക്കർ നമ്മുടെ സയ്യിദാകുന്നു, അഅതക സയ്യിദന, നമ്മുടെ സയ്യിദായ ബിലാലിനെ അബൂബക്കർ മോചിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങളിവിടെ അബൂബക്കർ സയ്യിദാണ്, ബിലാൽ സയ്യിദാണ്. അപ്പോൾ നബി കുടുംബത്തിൽ പെടാത്തവർക്ക് തന്നെ സയ്യിദ് എന്ന് നാമകരണം വന്ന തിരുമൊഴികളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയും ഹദീസ് കാണാം. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതിൽ പറയുന്നത്. എന്താ അലി ഇബ്നു അബീ താലിബ് പറയുന്നത്? കുൻതു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തല അബൂബക്കർ വ ഉമർ. അലിയാർ പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമായിരുന്നു. അപ്പോൾ അബൂബക്കറും ഉമറും വന്നു, പ്രത്യക്ഷപ്പെട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാനി സയ്യിദ കുഹൂലി അഹ്ലിൽ ജന്ന മിനൽ അവ്വലീന വൽ ആഖിരീൻ ഇല്ല നബിയ്യീന വൽ മുർസലീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനെയും ഉമറിനെയും കണ്ടപ്പോൾ പറയാണ്, ഇവർ രണ്ടുപേർ സയ്യിദ കുഹൂലി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ മധ്യവയസ്കരുടെ സയ്യിദുമാരാണ്. സ്വർഗത്തിൽ മധ്യവയസ്കന്മാരുടെ സയ്യിദുകളാണ് അബൂബക്കറും ഉമറും. അത് ഈ മധ്യവയസ്കർ എന്ന് പറഞ്ഞാൽ പൂർവികരിലും പിൽക്കാലക്കാരിലും പെട്ട, എല്ലാവരിലും പെട്ട. ഇല്ല നബിയ്യീന വൽ മുർസലീൻ, നബിമാർ മുർസലീങ്ങൾ അവരെ ഒഴിവാക്കിയാൽ പൂർവ്വകാലത്തും പിൽക്കാലത്തുമുള്ള മുഴുവൻ മനുഷ്യരിലും മധ്യവയസ്കന്മാരുടെ സയ്യിദുമാരാകുന്നു അബൂബക്കറും ഉമറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അലിയാരോട്, ലാ തുഖ്ബിറുഹുമാ യാ അലി മാദാമാ ഹയ്യൈൻ, ഇവർ രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ അവരോട് പറയരുത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞത് അവർ ജീവിച്ചിരിക്കുന്ന കാലം അവരോട് പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് പറഞ്ഞു എന്നാണ്. അലി റളിയല്ലാഹു തആല അൻഹു അബൂബക്കറും ഉമറൊക്കെ വഫാത്തായിട്ട് പിന്നെയല്ല ഖലീഫയായത്. അദ്ദേഹം പിൽക്കാലത്ത് ഇത് അനുസ്മരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അബൂബക്കർ സയ്യിദാണ്, ഉമർ സയ്യിദാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മാത്രമല്ല ഈ ഹദീസിൽ മനസ്സിലാക്കാം അവർ തമ്മിലുള്ള ബന്ധം. നോക്കിക്കുന്ന അബൂബക്കറിൻ്റെ മഹത്വവും ഉമറിൻ്റെ മഹത്വമാണ് പറയുന്നത്. അവർ സ്വർഗത്തിലാണെന്നും സ്വർഗത്തിലെ മധ്യവയസ്കന്മാർക്ക് സയ്യിദുമാരാണെന്നും പറയാണ്. ഇത് ആരോടാ പറയണത്? അലിയാരോടാ പറയണത്. അലി റളിയല്ലാഹു അൻഹു മാത്രം അറിയുന്ന വിഷയമാണ്.
എന്നിട്ടിത് അലി റളിയല്ലാഹു തആല അൻഹു പിൽക്കാലത്ത് ലോകരോട് പറയാണ്. അപ്പം അലിയാരുടെ മനസ്സിൻ്റെ വിശാലത നോക്കൂ നിങ്ങൾ. അവർ തമ്മിലുള്ള ഐക്യവും അതേപോലെ അവർ തമ്മിലുള്ളതായ സ്നേഹവും നോക്കൂ നിങ്ങൾ. ഇന്ന് അലിയാരുടെ പേരിൽ കക്ഷിയായവരാണ്, ഷിയത്തു അലി എന്ന പേരിൽ കക്ഷിയായവരാണ് അബൂബക്കറിനെയും ഉമറിനെയും ശപിക്കുന്നത്. അലിയാരുടെ പേരിൽ മുതലക്കണ്ണീരൊഴിക്കുന്ന കക്ഷിക്കാരാണ് ഇന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ ശപിച്ച് ആക്ഷേപിച്ച് സംസാരിക്കുന്നത്. അതാണ് ചരിത്രത്തിലെ വൈരുദ്ധ്യം. ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു വിഷയം കൂടി അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ ഉണർത്തിയത്. ഇനി മറ്റൊരു ഹദീസ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സയ്യിദാണ് എന്ന് പറഞ്ഞു. സഅദ് ബിൻ മുആദ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ആനയിക്കപ്പെടാണ്. ഖന്തഖ് യുദ്ധത്തിൽ മുശ്രിക്കുകൾ എഴുതി വിട്ട ഒരു അമ്പ് സഅദ് ബിൻ മുആദിൻ്റെ കാൽ തുടയിലേറ്റ്. അങ്ങനെ ആഴത്തിൽ വലിയൊരു മുറിവ് വീണ് അദ്ദേഹം രോഗിയായി. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചു. ഷഹീദാകാൻ മാത്രം വലിയ ഒരു ആഘാതമാണ് അദ്ദേഹത്തിന് ഏറ്റത്. അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ്? ബനൂ ഖുറൈളക്കാരുടെ വിഷയത്തിൽ ഒരു യുദ്ധം ശേഷിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ മരിപ്പിക്കരുത് എന്നാണ്. അങ്ങനെ ഒരു യുദ്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. ബനൂ ഖുറൈള അവർ ചതിയന്മാരാണ്. ഖന്തഖ് യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഉടമ്പടി ലംഘിച്ച് അവർ ചതിപ്രയോഗം നടത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ഖന്തഖിനെ തുടർന്ന് ഉടനെയാണ് ബനൂ ഖുറൈളയിലേക്കുള്ള സൈന്യം പോണത്. നമ്മളിവിടെ അത് പലതവണ ഉണർത്തിയിട്ടുണ്ട്. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തും ഉപരോധിച്ചു. അവസാനം അവർ ഉപരോധം മൂത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിയിൽ തൃപ്തരാകാം എന്ന് സമ്മതിച്ചു. അപ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന ഒരാൾ അവർക്ക് അവരുടെ വിഷയത്തിൽ വിധി പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു. അവർ ഉദ്ദേശിച്ചത് സഅദ് ബിൻ മുആദിനെയാണ്. സഅദ് ബിൻ മുആദിൻ്റെ വിധി എന്തായാലും ഞങ്ങൾ സ്വീകരിച്ചോളാം എന്ന അർത്ഥത്തിൽ അവർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടതിൽ എഗ്രിയായി, സമ്മതിച്ച്. അങ്ങനെ ബനൂ ഖുറൈളക്കാരെ കൊണ്ടുവന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രോഗിയായിട്ട് കിടക്കുകയാണ്. അദ്ദേഹം നടക്കാൻ കഴിയില്ല, വളരെ പ്രയാസത്തിലാണ്. അങ്ങനെ ബനൂ ഖുറൈളക്കാരുടെ വിഷയത്തിൽ വിധിക്കാൻ വേണ്ടിയിട്ട് സഅദ് ബിൻ മുആദിനെ വാഹനപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുന്നുണ്ട്, ഖൂമു ഇലാ സയ്യിദിക്കും ഫൻസിലു, നിങ്ങളുടെ സയ്യിദിലേക്ക് എഴുന്നേറ്റ് അദ്ദേഹത്തെ ഇറക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സഹാബത്തിനോട് പറയാണ്, നിങ്ങളുടെ സയ്യിദിലേക്ക് എഴുന്നേറ്റിട്ട് അദ്ദേഹത്തെ ഇറക്കി. കാരണം അദ്ദേഹത്തിന് ഇറങ്ങാൻ വയ്യ, കാല് മുറിഞ്ഞിരിക്കുകയല്ലേ. അങ്ങനെ സഹാബികൾ എഴുന്നേറ്റ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ആ വാഹനപ്പുറത്തുനിന്ന് ഇറക്കിയിട്ട് വെച്ചു. അങ്ങനെ പിന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ ബനൂ ഖുറൈളക്കാർ ചതിയന്മാർക്കെതിരിൽ തൻ്റെ വിധി പ്രഖ്യാപിക്കുന്നത്. ഇവിടെ ഈ ഹദീസിൻ്റെ ലഫ്ദിൽ കാണാൻ സാധിക്കും, ഖൂമു ഇലാ സയ്യിദിക്കും എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അസ്സയ്യിദു അല്ലാഹ്, അല്ലെങ്കിൽ സയ്യിദുന അല്ലാഹ്, ഞങ്ങളുടെ സയ്യിദ് അല്ലാഹു ആകുന്നു എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. കാരണം എന്താ? അസ്സയ്യിദ് അള്ളയാണ് എന്നുള്ള വിശ്വാസം അവർ പഠിച്ചിട്ടുണ്ട്. അവിടെ ഉദ്ദേശം എന്താ? സമ്പൂർണ്ണാർത്ഥത്തിൽ നിരുപാധികമായിട്ടുള്ള സിയാദത്ത്, നേതൃത്വം, നായകത്വം അത് അള്ളാഹുവിനാണ് എന്നുള്ളതാണ്. പക്ഷേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരെ കുറിച്ച് സയ്യിദ് എന്ന് പറയുമ്പോൾ അത് ആ ജനവിഭാഗത്തിൻ്റെ, ആ ഖൗമിൻ്റെ നേതാവ്, നായകൻ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സയ്യിദ് എന്ന് പറഞ്ഞു. സഅദ് ബിൻ മുആദ് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളല്ല, നബി കുടുംബത്തിൽപ്പെട്ട ആളല്ല. സഅദ് ബിൻ മുആദ് അദ്ദേഹം അൻസാരികളിൽ ഒരാളാണ്. അദ്ദേഹം മദീനക്കാരനാണ്. വലിയ സ്ഥാനമുള്ള, ഇസ്ലാമിൽ ഏറെ മഹത്വമുള്ള വ്യക്തിത്വമാണ് സഅദ് ബിൻ മുആദ്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഈ വിധിയെ തുടർന്ന് പിന്നീട് മരിച്ചു. എന്താ പറഞ്ഞത്? ഇഹ്തസ്സ അർശുർ റഹ്മാൻ എന്നാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തിൽ അള്ളാഹുവിൻ്റെ അർശ് ഇളകിത്തരിച്ചു എന്നാണ്. പുളകം കൊണ്ടുള്ള ഇളകിത്തരിക്കൽ. കാരണം അദ്ദേഹത്തിൻ്റെ റൂഹ് വാനത്തിലേക്ക് ഉയരുന്നതിലുള്ളതായ ആ
സന്തോഷം, മലക്കുകൾക്കൊക്കെ സന്തോഷം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിൻ്റെ സ്ഥാനം അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഏതായാലും അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് എന്ന് പറഞ്ഞു. അദ്ദേഹം അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മെമ്പറല്ല. ഇതേപോലെ വേറെയും ഹദീസുകൾ കാണാൻ സാധിക്കും. സയ്യിദുൽ ഖുർആ ഉണ്ട്. സയ്യിദുൽ ഖുർആൻ ആരാ? സയ്യിദുൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ പാരായണത്തിലും പഠനത്തിലും പഠിപ്പിക്കുന്നതിലും സയ്യിദായ ഒരു വ്യക്തിയുണ്ട്. ഹദീസുകളിൽ സയ്യിദുൽ ഖുർആൻ എന്നുള്ള പരാമർശം കാണാൻ സാധിക്കും. ഖുർആകളുടെ ഖാരിയങ്ങളുടെ സയ്യിദ് അത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണ്. എന്തുകൊണ്ടാണ് ഉബയ്യ് റളിയല്ലാഹു അൻഹു സയ്യിദുൽ ഖുർആൻ എന്ന പേരിൽ ചരിത്രത്തിൽ പേര് നേടിയത്, പ്രശസ്തനായത്? ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബിനോട് പറഞ്ഞു, ഇന്നല്ലാഹ അമറനി അൻ അഖ്റഅ അലൈക ലം യകുനില്ലദീന കഫറു. ഉബയ്യ് ഇബ്നു കഅബിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറയാണ്, ഉബയ്യ്, അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യിന് ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബയ്യിനത്ത് ഓതിത്തരാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, വസമ്മാനി ലക്, റസൂലേ, അള്ളാഹു നിങ്ങളോട് എൻ്റെ പേര് പരാമർശിച്ചോ? എൻ്റെ പേര് പറഞ്ഞിട്ടാണോ അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ ഖാല നഅം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, നിങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ലം യകുനി സൂറത്ത് ഓതിത്തരാൻ അള്ളാഹു പറഞ്ഞത് എന്ന് പറഞ്ഞു. ഫബക, അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു കരയുകയുണ്ടായി എന്നാണ്. എന്തിനാ കരഞ്ഞത്? സന്തോഷത്താൽ, ആഹ്ലാദത്താൽ ഉള്ള കരച്ചില. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പേര് പരാമർശിച്ചിട്ട് അദ്ദേഹത്തിന് ഉബയ്യിന് നിങ്ങൾ സൂറത്തുൽ ബയ്യിന ഓതി കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്. അപ്പോൾ അള്ളാഹു പേര് പരാമർശിക്കാൻ മാത്രം അള്ളാഹു പരിഗണിച്ച വ്യക്തിയാണ് ആര്? ഉബയ്യ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം സന്തോഷത്താൽ കരയുകയുണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ സയ്യിദുൽ ഖുർആന്റെ സയ്യിദ് എന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന് പേര് നൽകിയത്. അദ്ദേഹവും അൻസാരിയാണ്. ഉബയ്യ് ഇബ്നു കഅബ്, അതേപോലെ തന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത്, അബൂ തൽഹ, അവരൊക്കെ തമ്മിൽ ബന്ധങ്ങളാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, സയ്യിദ് എന്ന പേര് വന്നത് ഇവിടെ രണ്ട് വിഷയം മനസ്സിലാക്കാനാണ്. ഒന്ന്, ചിലർക്ക് സയ്യിദ് എന്ന പേരുണ്ട്, പ്രമാണവചനങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മഹത്തുക്കളിൽ പലരെയും സയ്യിദ് എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. നബി കുടുംബത്തിലല്ലാത്തവർക്കും സയ്യിദ് എന്ന് വന്നിട്ടുണ്ട്. ആർക്കൊക്കെ സയ്യിദ് എന്ന് പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ആ പേര് അർത്ഥമാക്കുന്നത് അള്ളാഹുവിന് സയ്യിദ് എന്ന പേര് അർത്ഥമാക്കുന്നത് പോലെയല്ല. അള്ളാഹുവിന് സയ്യിദാണെന്ന് പറയുമ്പോൾ അതതിൻ്റെ സമ്പൂർണാർത്ഥത്തിലും പൂർണ്ണാർത്ഥത്തിലുമാണ്. അള്ളാഹുവിൻ്റെ നേതൃത്വവും അള്ളാഹുവിൻ്റെ നായകത്വവും. എല്ലാ പടപ്പുകളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവരുടെ ഉടമയും രക്ഷാധികാരിയുമാണ് അള്ളാഹു എന്ന അർത്ഥത്തിലാണ് അള്ളാഹു അസ്-സയ്യിദ്. പടപ്പുകൾക്ക് സയ്യിദ് എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും പടപ്പുകൾ എന്നുള്ള നിലയിൽ അവരുടെ സ്ഥാനങ്ങൾക്കനുസരിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. രണ്ട് കാര്യങ്ങൾ കൂടി ഉണർത്താനുണ്ട്. ഒന്ന്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അള്ളാഹുവിൻ്റെ സയ്യിദ് എന്ന പേരിനെ വിളിച്ചുകൊണ്ട് നടത്തിയ ഒരു ദുആ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, എപ്പോഴാണത്? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഖൽഖാണോ അതല്ല വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണോ എന്ന വിഷയത്തിലുള്ള ചരിത്രപ്രസിദ്ധമായ ഒരു അഭിപ്രായ വ്യത്യാസം. വിശുദ്ധ ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയല്ല, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. അതുകൊണ്ട് തന്നെ അതിന് അള്ളാഹിൻ്റെ സൃഷ്ടി എന്ന് പറയാൻ പറ്റൂല. വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ ഈ ഏടും എഴുതിയ മഷിയല്ല, പിന്നെയോ വായിക്കപ്പെടുന്ന പാരായണം ചെയ്യപ്പെടുന്ന വചനം അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. ഒരു വിഭാഗം ആളുകൾ, ബിദഈ കക്ഷികൾ, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ഇസ്ലാമിക ലോകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി.
അപ്പം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ പോലുള്ളതായ പണ്ഡിതന്മാർ നിജസ്ഥിതി വ്യക്തമാക്കി. പക്ഷേ അധികാരം അത് ഈ ബിദഈ കക്ഷികളുടെ കൂടെയായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ളതായ മഹത്തുക്കൾ, ഇമാം ബുഖാരിയെ പോലുള്ളതായ മഹത്തുക്കൾ, അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ നൂഹിനെ പോലുള്ളതായ മഹത്തുക്കളൊക്കെ, നൂഹ് ബിൻ മുഹമ്മദിനെ പോലുള്ളതായ മഹത്തുക്കളൊക്കെ ആ വിഷയത്തിൽ വളരെയധികം പരീക്ഷിക്കപ്പെടുണ്ടായി. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഖലീഫ മഅ്മൂൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. എന്തിനാ കൊണ്ടുവരുന്നത്? ഖലീഫ മഅ്മൂൻ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ശിരച്ഛേദം നടത്താനാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ബന്ധിച്ചു കൊണ്ടുവരുമ്പോൾ മഅ്മൂൻ്റെ ഖാദിം കണ്ണീര് തുടച്ചിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് പറയാണ്, അബു അബ്ദുള്ള, അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്, ഏറെ പ്രയാസകരാണ്. മഅ്മൂൻ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇതുവരെ ഒരു നിലപാട് മഅ്മൂൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മഅ്മൂൻ്റെ ആദർശം അതിന് നിങ്ങൾ ഉത്തരം ചെയ്യുന്നില്ല എങ്കിൽ ആ വാള് കൊണ്ട് മഅ്മൂൻ നിങ്ങളെ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നാണ് അഹ്മദ് ബിൻ ഹംബലിനോട് ഇമാം മഅ്മൂൻ്റെ ഖാദിം പറയുന്നത്. ഈ സമയം ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുട്ടുകുത്തിയിരുന്ന് എന്നിട്ട് അദ്ദേഹം തൻ്റെ ദൃഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തി, കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്തു. എന്താ ദുആ? സയ്യിദി ഗർറ ഹിൽമുക ഹാദൽ ഫാജിർ ഹത്താ തജറഅ അലാ ഔലിയാഇക് ബിദ്ദർബി വൽ ഖത്ൽ അല്ലാഹുമ്മ ഫഇൻ ലം യകുനിൽ ഖുർആനു കലാമക ഗൈറ മഖ്ലൂഖ് ഫക്ഫിനാ മുഅനതഹു. എന്താണ് പറയുക? സയ്യിദി എന്ന് വിളിച്ച ആരെയാണ്? എൻ്റെ സയ്യിദ് എന്ന് വിളിച്ചത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവേ എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് പലരും സയ്യിദ് വിളിക്കണത് ആരെ? യാ സയ്യിദി സനദി ഗൗസി വയാ മുദദി കുല്ലി ബഹീറൻ അലൽ അദാഇ ബിൽ മുദദി എന്ന് പറഞ്ഞിട്ട് ആരെ വിളിക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് സയ്യിദി ആയിട്ട് വിളിക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ നോക്കൂ നിങ്ങൾ, ഇമാം സുന്ന യാ സയ്യിദി, എൻ്റെ സയ്യിദ് എന്ന് വിളിച്ചിട്ട് അള്ളാഹിനെ വിളിക്കുക. എന്നിട്ട് പറയണം, അള്ളാഹുവെ നിൻ്റെ ഹിൽമ് എന്ന് പറഞ്ഞാൽ പാപികളെ പെട്ടെന്ന് ശിക്ഷിക്കാതെ ഇടകൊടുക്കുന്നതായ അള്ളാഹുവിൻ്റെ വിശേഷണം അത് ഈ മഅ്മൂനെ ചതിയിൽപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് അടിച്ചും കൊന്നും നിൻ്റെ ഔലിയാക്കളെ അയാൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് മഅ്മൂൻ്റെ ചെലവുണ്ടല്ലോ അത് മതിയാക്കാൻ പറയണം. വിശുദ്ധ ഖുർആൻ അള്ളാഹു നിൻ്റെ കലാമാണ് എങ്കിൽ, മഖ്ലൂഖ് അല്ലാത്ത നിൻ്റെ കലാമാണ് എങ്കിൽ മഅ്മൂൻ്റെ ഉപജീവനം മതിയാക്കണമേ എന്ന് ദുആ ചെയ്യാണ്. മഅ്മൂനെതിരുള്ള പ്രാർത്ഥനയാണ്. എന്താ ചരിത്രത്തിൽ പറയുന്നത്? രാത്രിയുടെ 1/3 ശേഷിക്കുമ്പോൾ ഒരു വിളിയാളം വരികയാണ്, മഅ്മൂൻ മരിച്ചിരിക്കുന്നു, മഅ്മൂൻ്റെ കാലം കഴിഞ്ഞു, മരിച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഈ ദുആ യാ സയ്യിദി എന്ന് വിളിച്ച് അള്ളാഹുവിനോട് നടത്തിയ ദുആ അത് ഉപരിലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി എന്നുള്ളതാണ് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ഇതേപോലെ മറ്റൊരു സംഭവം, യഹ്യ ഇബ്നു മുആദ് അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തോതി. എന്താ ആയത്ത്? ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷാ. അള്ളാഹു മൂസയോടും ഹാറൂനോടും അലൈഹിമസ്സലാം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഫിർഔൻ്റെ അടുക്കലേക്ക് പോകുക, കാരണം ഫിർഔൻ അതിക്രമം ചെയ്തിരിക്കുന്നു. എന്നിട്ട് മൂസയോടും ഹാറൂനോടും അള്ളാഹു പറയാണ്, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, ഫിർഔനോട് നിങ്ങൾ മൃദുലമായ വാക്ക് പറയണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷാ, ഒരു വേള ഫിർഔൻ ഉത്ബുദ്ധനായേക്കാം, അല്ലെങ്കിൽ ഭയപ്പെട്ടേക്കാം. ഇമാം യഹ്യ ഇബ്നു മുആദ് അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തോതിയിട്ട് പറയാണ്, ഇലാഹി വ സയ്യിദി, എൻ്റെ ഇലാഹായവനെ, എൻ്റെ സയ്യിദായവനെ അള്ളാഹിനെ വിളിക്കുകയാണ്. ഹാദാ റിഫ്ഖുക ബിമൻ യസ്അമു അന്നഹു ഇലാഹ്, ഇലാഹാണെന്ന് ജൽപ്പിക്കുന്ന ഒരുവനോടുള്ള നിൻ്റെ റിഫ്ഖ്, നിൻ്റെ മൃദുല സ്നേഹ പെരുമാറ്റമാണിത്. ഫകൈഫ റിഫ്ഖുക ബിമൻ യഖൂലു അൻത ഇലാഹ്, അപ്പോൾ നീ ഇലാഹാണെന്ന് പറയുന്നവനോട് നിൻ്റെ സൗമ്യമായ പെരുമാറ്റം എത്രയായിരിക്കും എന്നാണ് ആര് പറയുന്നത്? ഇമാം യഹ്യ ബിൻ റാസി പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലാകണ്ട. അതായത് ഞാൻ ഇലാഹാണെന്ന് പറയുന്ന ഫിർഔനോട് മൃദുല സംസാരം നടത്തണം എന്നാണ് ആര് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇലാഹി വ സയ്യിദി, ഇലാഹായവനെ, സയ്യിദായവനെ, ഇലാഹാണെന്ന് ജൽപ്പിക്കുന്നവനോട് നിൻ്റെ സൗമ്യ പെരുമാറ്റം ഇതാണ് എങ്കിൽ നീ ഇലാഹാണെന്ന് പറഞ്ഞ അല്ലാഹുവേ, നിൻ്റെ ഉലൂഹിയത്ത് അംഗീകരിക്കുന്നവനോട് നിൻ്റെ സൗമ്യ പെരുമാറ്റവും മൃദുലതയും എപ്രകാരമായിരിക്കും
എന്നാണ് അദ്ദേഹം പറയേണ്ടത്. അപ്പോൾ ഇവിടെ ചരിത്രത്തിൽ മഹത്തുക്കൾ അള്ളാഹുവിനെ അസ്സയ്യിദ്, അള്ളാഹുവിൻ്റെ അസ്സയ്യിദ് എന്ന നാമം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തത് നമ്മൾ മനസ്സിലാക്കുകയും ഇത്തരം ചരിത്രങ്ങളിലൂടെ ഉൾക്കൊള്ളുകയുമാണ് ചെയ്യുന്നത്. ദുആയിരക്കുവാനുള്ള അള്ളാഹുവിൻ്റെ മഹനീയമായ നാമമാണ് അസ്സയ്യിദ് എന്നുള്ളത്. പക്ഷേ പലരും ഈ നാമം വരെ വെച്ച് പടപ്പുകളെ വിളിച്ച് ദുആയിരക്കുന്നതായ ദുആയാണ് നമ്മൾ പലരിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ മൗലിദ് കിതാബിലൊക്കെ യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ദഹീറൻ അലൽ അഅദാഇ ബിൽ മുദദി എന്ന് പറഞ്ഞിട്ടുള്ളതായ തേട്ടങ്ങൾ. അതൊക്കെ മഹാ അപരാധവും തെറ്റും വലിയ കുറ്റവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ സയ്യിദ്. ആ സയ്യിദായ അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആയിരക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം ഇവിടെ നമ്മൾ മനസ്സിലാക്കും. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖേക്ക് നമ്മളെ എല്ലാവരെയും അള്ളാഹു തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളുടെ ഇണകളിലും മക്കളിലും അള്ളാഹു നമുക്ക് ഇഹത്തിലും പരത്തിലും കൺകുളിർമയേറ്റി അവരെയും നമ്മയുമൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അവരിലും നമ്മളിലും അള്ളാഹു കനിയുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. നമ്മളെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. اللهم احفظ لهذه البلاد أمنها وجندها ورجال أمنها إنك ولي ذلك والقادر عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.